الله نحمده دوما ونشكره على هدايته للدين إيانا يا رب صل على خير الورى وعلى آل وصحب ومن والاه إحسانا يا رب وفقنا للعلم وارزقنا نورا وحفظا من القرآن تبيانا واغفر لنا ولمن كانوا يعلمنا ولوالدينا وللشركاء إخوانا. അസ്സലാമു അലൈക്കും. എല്ലാവരും എത്തിയില്ലേ ക്ലാസ്സിൽ? നമുക്കൊന്നാ ഇന്ന് ഫിഖ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പം ഞാൻ വായിക്കുന്നത് നിങ്ങൾ കൂടെ വായിക്കുക കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അല്ലമൽ അനാം അൽ ഈമാന വൽ ഇസ്ലാം വമാ യഹ്താജൂന ഇലൈഹി മിനൽ അഹ്കാം വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖൈരിൽ അനാം വഅലാ ആലിഹി വ അസ്ഹാബിഹിൽ അഅ്ലാം. അമ്മാ ബഅദ്. അദ്ദറസുൽ അവ്വൽ, ഒന്നാമത്തെ പാഠം. അൽ ഹലാലു ബയ്യിൻ. എന്താണ് അൽ ഹലാലു ബയ്യിൻ? തൊപ്പി എവിടെ? തൊപ്പി എവിടെ ചോദിച്ചത് കേട്ടില്ലേ? തൊപ്പി എവിടെയെന്ന്. തലമറക്കാതെ നിസ്കരിക്കൽ കറാഹത്തല്ലേ? അപ്പം നിസ്കരിക്കണ ആളോടാ ചോദ്യം, എൻ്റെ തൊപ്പി എവിടെയെന്ന്. നിസ്കരിക്കാൻ മസ്ജിദിലേക്ക് ഇറങ്ങിയ ആഷിഫിനോട് ജ്യേഷ്ഠൻ സുബൈർ ചോദിച്ചു, തൊപ്പി എവിടെയെന്ന്. ആഷിഖ്, എന്താണ് കറാഹത്ത്? സുബൈർ, ചെയ്താൽ ശിക്ഷ ഇല്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ് കറാഹത്ത്. ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ് കറാഹത്ത്. തലമറക്കാതെ നിസ്കരിക്കുന്നത് കറാഹത്താണ്. തലമറക്കാതെ നിസ്കരിക്കുന്നത് കറാഹത്താണ്. അപ്പോൾ നിസ്കരിക്കുമ്പോൾ തലമറക്കൽ സുന്നത്താണ്. കറാഹത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത്? സുന്നത്ത്. മനസ്സിലായോ? തലമറച്ച് നിസ്കരിച്ചാൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നു. തലമറച്ച് നിസ്കരിച്ചാൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നു. ആഷിഖ്, ഇതെനിക്കറിയാം. അഹ്കാമു ശർഇയ്യയിൽ മക്റൂഹ് എന്നാണിതിനു പറയുക. എന്തിന്? സുന്നത്തിനെ എതിര് ചെയ്യുന്നതിന്. അതായത് നിസ്കാരത്തിൽ തലമറക്കാതെ നിസ്കരിച്ചാൽ അതിന് മക്റൂഹാണ് എന്ന് പറയുക. ശർഇയായ വിധികളിൽ അതിന് മക്റൂഹ് എന്നാണ് പറയുക. മനസ്സിലായോ? അപ്പോൾ ഇനി ആരും എന്ത് ചെയ്യരുത്? കറാഹത്ത് ചെയ്യരുത്.
മനസ്സിലായോ? നിസ്കരിക്കുമ്പോൾ തൊപ്പി ഇട്ടിട്ട് നിസ്കരിക്കണം. മനസ്സിലായോ? അപ്പോൾ അത് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എന്ത്? നിസ്കരിക്കുമ്പോൾ തൊപ്പി ഇടണം എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്, ചെയ്യൽ സുന്നത്താണ്. ഇതും പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നിസ്കരിക്കുമ്പോൾ തൊപ്പിയിട്ടിട്ട് നിസ്കരിക്കാം അല്ലേ? അതറിയാലോ. നീ അഹ്കാമു ശർഇയ്യ പഠിച്ചിട്ടുണ്ടോ? നടക്കുമ്പോൾ സുബൈർ ചോദിച്ചു. ആഷിഖ്: അതെ. വാജിബ്, സുന്നത്ത്, മക്രൂഹ്, ഹറാമ്, മുബാഹ് എന്നിവയാണവ. ഏത്? അഹ്കാമു ശർഇയ്യ. മനസ്സിലായോ? ശർഇയായ വിധികൾ ഏതൊക്കെ? വാജിബ്, സുന്നത്ത്, മക്രൂഹ്, ഹറാമ്, മുബാഹ്. 5 എണ്ണം. മനസ്സിലായില്ലേ? ഓക്കെ. സുബൈർ: മസ്ജിദിൽ പോയി നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്? പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്? ആഷിഖ്: 5 വക്ത് നിസ്കാരം വാജിബും മസ്ജിദിൽ വെച്ചാവൽ സുന്നത്തുമാണ്. സുബൈർ ചോദിച്ചത് എന്താണ്? മസ്ജിദിൽ പോയി നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണെന്നാണ്. അപ്പോൾ അതിൽ 2 എണ്ണം ഉണ്ട്. മസ്ജിദിൽ പോകലുണ്ട്, നിസ്കരിക്കലുണ്ട്. അപ്പോൾ ആഷിഖ് അതിനാണ് എന്ത് ചെയ്യേണ്ടത്? 2നും വ്യക്തമായിട്ട് മറുപടി പറയുന്നത്. എന്ത്? 5 വക്ത് നിസ്കാരം വാജിബ് 1, മസ്ജിദിൽ വെച്ചാവൽ സുന്നത്ത് 2. അപ്പോൾ 2നും മറുപടിയായി. മനസ്സിലായോ? ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുമുള്ളതുമാണ് വാജിബ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഈ പറയുന്നത്. നിസ്കാരം ഇപ്പോൾ വാജിബാണ്. ചെയ്താൽ കൂലിയുള്ളതും ചെയ്യാതിരുന്നാൽ ശിക്ഷയുള്ളതുമാണ് വാജിബ്. നിസ്കരിച്ചവനക്ക് കൂലി കിട്ടും, നിസ്കരിച്ചിട്ടില്ലെങ്കിലോ ശിക്ഷയും കിട്ടും. അല്ലെങ്കിൽ നല്ല പൂസ കിട്ടും, നല്ല അടി കിട്ടും. ആരെയെന്നും? പരിയെന്നും കിട്ടും, പടച്ചോൻ്റെ നിന്നും കിട്ടും. മനസ്സിലായോ? ഇന്നാരൊക്കെ സുബഹി നിസ്കരിച്ച്? എല്ലാവരും നിസ്കരിച്ചില്ലേ? നല്ല കുട്ടികൾ. അങ്ങനെ വേണം. നിസ്കരിക്കാതെ എന്ത് ചെയ്യരുത്? രാവിലെ മദ്രസയിലും സ്കൂളിലും പോകാൻ പാടില്ല. കേട്ടോ? ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തതുമാണ് സുന്നത്ത്. ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമാണ് സുന്നത്ത്. അതാണത്. പള്ളിയിൽ പോയി നിസ്കരിക്കുക. പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ എന്ത് കിട്ടും? കൂലി കിട്ടും. ഇനി പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ടില്ല എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യില്ല? ശിക്ഷ കിട്ടൂല. മനസ്സിലായോ? അപ്പോൾ ഇനി അത് എഴുതിയിട്ട് ആരും ഇനി പള്ളിയിൽ പോകാതിരിക്കണ്ട. ശിക്ഷ എന്തായാലും ഇല്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണ്ട? ഇനി പള്ളിയിൽ പോയി നിസ്കരിക്കണ്ടെന്ന് ആരും കരുതണ്ട. നല്ലതെന്താണ്? പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കലാണ്. കേട്ടോ? കേട്ടില്ലേ? സുബൈർ: ഹറാമും മുബാഹും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചെയ്യൽ ശിക്ഷാർഹവും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് ഹറാമ്. ചെയ്താൽ ശിക്ഷയുള്ളതും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണെന്ത്? ഹറാമ്. വാജിബിൻ്റെ നേരെ വിപരീതം കേട്ടോ. എന്താണ്? കള്ള് കുടിക്കൽ ഹറാമാണ്. കള്ള് കുടിക്കൽ ഹറാമാണ്. അപ്പോൾ കള്ള് കുടിച്ചാൽ ശിക്ഷ കിട്ടും, കള്ള് കുടിച്ചിട്ടില്ലെങ്കിലോ കൂലിയും കിട്ടും. മനസ്സിലായോ? കള്ള് കുടിച്ചിട്ടില്ലെങ്കിൽ കൂലിയും കിട്ടും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? കള്ള് കുടിക്കുക വേണ്ട, കള്ള് കുടിക്കാതിരിക്കുക വേണ്ട? കള്ള് കുടിക്കാതിരിക്കല്ലേ? കണ്ടിട്ടില്ലേ? കള്ള് സപ്പോർട്ടിട്ടില്ലേ?
കള്ളുസാപ്പിൻ്റെ ബോർഡ് ഉണ്ടോ? കള്ളുസാപ്പിൻ്റെ ബോർഡ് മലയാളത്തിലെ ഏറ്റവും വലിയ ബോർഡാണ് അല്ലേ? മലയാളത്തിലെ ഏറ്റവും വലിയ ബോർഡാണ് കള്ളുഷാപ്പിൻ്റെ ബോർഡ്. വെള്ള ബോർഡിൽ കറുപ്പ് അക്ഷരം, അത് പരമാവധി വലുതാക്കിയിട്ടുണ്ടാവും. പരമാവധി വലിയ അക്ഷരത്തിലാവും എന്ത് ചെയ്യുക, കള്ളുഷാപ്പിൻ്റെ ബോർഡ് എഴുതിയിട്ടുണ്ടാവുക. കണ്ടിട്ടില്ല നിങ്ങൾ? കള്ളുഷാപ്പ് അല്ലേ? കാരണം എന്താ അതങ്ങനെ എഴുതാൻ കാരണം എന്താ? കള്ളുടിയന്മാർക്ക് വലിയ ലെവലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എവിടെ നിന്ന് നോക്കിയാലും അത് എന്ത് ചെയ്യണം, കാണണം. എത്ര ദൂരത്തു നിന്ന് നോക്കിയാലും കാണണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, അത്ര വലുതാക്കിയത്. പിന്നെ മുബാഹിന് ശിക്ഷയും കൂലിയുമില്ല. മുബാഹിന് ശിക്ഷയില്ല, കൂലിയില്ല. അതേതുപോലെ പാൽ കുടിക്കൽ മുബാഹാണ്. പാൽ കുടിച്ചാൽ പടച്ചവൻ്റെ നിന്ന് കൂലി കിട്ടുമോ? പാൽ കുടിച്ചാൽ കൂലി കിട്ടുമോ? കൂലി കിട്ടൂല. ശിക്ഷ കിട്ടുമോ? ശിക്ഷയും കിട്ടൂല. വേണേ കുടിക്കാം, വേണേ കുടിക്കണ്ട. കുടിച്ചാൽ എന്താണ്, ആരോഗ്യത്തിന് നല്ലതാണ്, അല്ലാതെ വേറെ കൂലിയൊന്നും കിട്ടില്ല. മനസ്സിലായോ? വാജിബിന് ഫറള് എന്നും പേരുണ്ട്. വാജിബിന് ഫറള് എന്നും പേരുണ്ട്. മന്ദൂബിന് സുന്നത്തിൻ്റെ മറ്റൊരു പേരാണ്. മന്ദൂബ് സുന്നത്തിൻ്റെ മറ്റൊരു പേരാണ്. മനസ്സിലായോ? മന്ദൂബ്. മുബാഹിനെ കുറിച്ച് ഹലാലി എന്നും പറയും. മുബാഹിന് ഹലാലി എന്നും പറയും. ആഷിഖും സുബൈറും മസ്ജിദിലെത്തി. ഇപ്പോൾ രണ്ടാളും പള്ളിയിലെത്തി. ഈ പാഠം കഴിഞ്ഞു. പള്ളിയിലെത്തിയ പിന്നെ ഇനി കഥ പറയാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇല്ല. പള്ളിയിലെത്തിയ പിന്നെ അടുത്ത പരിപാടി എന്താ? ഉദു എടുക്കുക, നിസ്കരിക്കുക അല്ലേ? അൽ അഹ്കാമു ശർഇയ്യത്തു ഖംസത്തുൻ. ശർഇയായ വിധികൾ 5 ആകുന്നു. അപ്പോൾ ഒന്നാമത്തെ പാഠം കഴിഞ്ഞു കേട്ടോ. ഒന്നാമത്തെ പാഠം കഴിഞ്ഞു. ഇനി ഇത് നിങ്ങൾ വായിക്കുക, പഠിക്കുക. എല്ലാം മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. വാജിബ് എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, അത് എഴുതണം. ഹറാമ്, മക്റൂഹ്, സുന്നത്ത്, മുബാഹ് കേട്ടോ. പിന്നെ അടുത്തത് ചേരുംപടി. വാജിബിന് യോജിച്ചത് ഏതാ? പുരുഷന്മാർ മുട്ടുമറയാത്ത ഡ്രസ്സിട്ട് നടക്കൽ 1, തലമറക്കാതെ നിസ്കരിക്കൽ 2, ളുഹ്ർ നിസ്കാരം, പിന്നെ ബിരിയാണി കഴിക്കൽ, അദാന് വിളിക്കൽ. ഏതാ വാജിബ്? ഏതാ? ളുഹ്ർ നിസ്കാരം. ഹറാമോ? പുരുഷന്മാർ മുട്ടുമറയാത്ത വസ്ത്രം ധരിക്കൽ ഹറാമാണ് കേട്ടോ. പിന്നെ മക്റൂഹ് കറാഹത്ത് ഏതാ? തലമറക്കാതെ നിസ്കരിക്കുക. മന്ദൂബ് ഏതാ? സുന്നത്ത് ഏതാണ്? അദാന് വിളിക്കുക, ബാങ്ക് വിളിക്കൽ സുന്നത്താണ് കേട്ടോ. മുബാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചെയ്താൽ കൂലിയുള്ളതും കൂലിയില്ലാത്തതും ചെയ്യാതിരുന്ന ശിക്ഷ ഇല്ലാത്തതും കേട്ടോ. ബിരിയാണി കഴിക്കൽ കേട്ടോ. പിന്നെ അഹ്കാമു ശർഇയ്യ, ശർഇയായ വിധികൾ. മുബാഹ്, മന്ദൂബ്, ഹറാമ്, വാജിബ്, മക്റൂഹ്. മിസാൽ ആഖിർ. 2 ഉദാഹരണം എഴുതാനാണ് കേട്ടോ. 2 ഉദാഹരണം എഴുതാം ഓരോന്നിനും കേട്ടോ. പിന്നെ നക്തുബുൽ മഅന, അർത്ഥം എഴുതാൻ കേട്ടോ. വാജിബ്, മക്റൂഹ്, ഹലാല്, മന്ദൂബ്, ഹറാം കേട്ടോ. അഹ്കാമു ശർഇയ്യ. പിന്നെ അടുത്തത് നക്തുബ്. അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതേപോലെ ഇപ്പുറത്ത് എഴുതണം. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഇത്തിരി പാഠത്തിൽ പറയുന്നത് കേട്ടോ. ഇനി നോക്കുക, പഠിക്കുക. നാളെ ഇത് ചോദിക്കും. കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞുതരാ. പഠിക്കൂലേ? എന്നാൽ ശരി. അസ്സലാമു അലൈക്കും.